നിങ്ങളാരാ? എന്താ ഇത് പ്രവീണ, ടൂ മച്ച് അല്ലേ ഇത്? അദ്ദേഹത്തിന്റെ കമ്പനി ഷെയർ വേണം, അദ്ദേഹത്തിന്റെ ഡയറക്ടേഴ്സ് ബോർഡിൽ അംഗമാവണം, അദ്ദേഹത്തിന്റെ കസേര വേണം, എന്നാലും ആളെ മാത്രം അറിയില്ല അല്ലേ? ദ ഫൗണ്ടർ ARK. നിന്നെ ആരാടാ കത്തിക്ക് വിട്ടത്? എന്നെ ആരും കയറ്റി വിട്ടൊന്നുമല്ല. കൊച്ചി വരെ ഫ്ലൈറ്റിൽ വന്നു, പിന്നെ അവിടെ നിന്ന് കാറിൽ വന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വന്നു. ഞാൻ തന്നെ വന്നതാ. സർ 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 പ്ലീസ്, അകത്തേക്ക് പോകാൻ പറ്റില്ല സർ. ഒന്ന് പോടാ. പോവാൻ വാ, വണ്ടി എടുക്ക്. അതല്ല സാറേ, കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നിട്ട് സെയിം ഫീലിംഗ്. ആ കൈയുടെ മുദ്ര ഏതവന്റെയാടാ? ഞങ്ങളുടെ പയ്യൻ നിങ്ങളുടെ ഓഫീസിൽ വന്നപ്പോ കമ്പനിന്ന് പുറത്തു പോകാൻ പറഞ്ഞില്ലേ? എന്നിട്ട് ഞങ്ങൾ മാത്രം താലപ്പൊലി എടുത്ത് സ്വീകരിക്കണം. അതിനാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളുടെ ഗുഡ്സ് ഇവിടെ ഉണ്ടടാ. ഉണ്ടെങ്കിൽ എല്ലാ വർഷവും 10-30 കോടിയുടെ ബിസിനസ് തരുന്നവരാ ഞങ്ങള്. അതിന് മുമ്പിൽ നിന്ന് മാറടാ. പറഞ്ഞാ നിനക്ക് മനസ്സിലാകില്ലടാ പരട്ട കിളവാ. മുത്തശ്ശനെ കൈവച്ചത് ആരാടാ? മുത്തശ്ശനെ കൈവച്ചത് ആരാടാ? നീ ആരോടാ കൈവച്ചത്? ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. നീയാണോ? നീയാണോടാ കൈവച്ചത്? ആണോന്ന്? നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു മാർഗമുള്ളൂ. വേഗം എടുത്തോ, വേഗം. സാറിന് സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. ടവൽ ഐസിലിട്ടതാ, നല്ല തണുപ്പ് കിട്ടും. കൈവച്ചത് ആരാണെന്ന്? അയ്യോ മോനെ, വന്നപ്പോ ഇങ്ങനെ ആരാണെന്ന് ചോദിച്ചോണ്ടിരിക്കുവാണല്ലോ. അദ്ദേഹം എന്താ ഫയൽവാനാണോ 10 പേര് ചേർന്ന് അല്ലാനായിട്ട്? ഒരുത്തനൊന്ന് തള്ളി മോൻ അവനെ ചവിട്ടി കൂട്ടുകയും ചെയ്തു. കിടക്കണം നോക്കൂ സാർ. നിങ്ങളുടെ സാറോടെടാ? ആരാ അടിച്ചെന്ന് ചോദിച്ചാൽ മാത്രം മതിയോ? പറയാനുള്ള ടൈമെങ്കിലും കൊടുക്കണ്ടേ? സാർ
എന്റെ ചേട്ടനെ നിനക്ക് കൊല്ലണമല്ലേ? ഞാനിത് എവിടെയാടാ? എടാ എനിക്ക് നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ കൊടുക്കാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം. നോമിനേഷൻ കൊടുക്കാൻ സമയമായി, പെട്ടെന്ന് വെക്കോ. പെട്ടെന്ന് വിടണം. ആരാ നീ? നോമിനേഷൻ കൊടുക്കാൻ സമയമായി, എന്നെ വിടല. കൊല്ലും ഞാൻ നിന്നെ. ഞാൻ ആരാണെന്ന് വിടല എന്നെ. ആരടാ നീ? ആരടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ? നിന്നെ ഞാൻ കൊന്നു കളയൂടാ, നായിന്റെ മോനെ. നിനക്ക് അവനെ കൊല്ലണമായിരുന്നല്ലേ? എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രാണം ഞാനങ്ങ് എടുത്തേനെ, ഒച്ചയ്ക്ക് കത്തിച്ചേനെ. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. യു ആർ ഫിനിഷ്ഡ്. നിന്നെ ഒന്നും ചെയ്യാനാവില്ലെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ നിനക്ക്. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോവാ, നീ ഒന്നുമല്ല നീ മനസ്സിലാക്കാൻ. അത്ര പെട്ടെന്ന് നീ അങ്ങ് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയെങ്കിൽ അതത്ര ഈസി അല്ലടാ. നീ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ ബെല്ലാരി. നീ ശബ്ദിക്കരുത്. എന്നെ കുറിച്ച് നീയോ നിന്നെ കുറിച്ച് ഞാനോ ഇതുവരെ യാതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നിനക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ. നമുക്ക് തുടങ്ങാം, ഇവിടെ തന്നെ വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. ബെല്ലാരി ശിവ റെഡ്ഡി. അവന്റെ അമ്മയുടെ ഒരു ബെല്ലാരി ശിവ റെഡ്ഡി. ഓക്കെ, നൈസ് നെയിം, ബെല്ലാരി ശിവ റെഡ്ഡി. നൈസ് മീറ്റിംഗ് യു മിസ്റ്റർ ബെല്ലാരി ശിവ റെഡ്ഡി. ഐ ആം അല്ലു ലക്ഷ്മൺ പ്രസാദ്. പക്ഷെ അങ്ങനെ എന്നെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കോൾ മീ ലക്കി. ജസ്റ്റ് ലക്കി. ധനുഷിന്റെ ആൾക്കാര് ഇവളുമായിട്ടെന്താ?
4 ദിവസമായി ഓടി ഓടി ഇവിടെ വരെ എത്തിയതല്ലേ? ആര് രക്ഷിക്കൂടി നിന്നെ? ഭഗവതിക്ക് കുരുതി കൊടുക്കുന്നത് ആടിനെയും കോഴിയൊന്നുമല്ല, കന്യകയായി നിന്നെയാ. വാദ്യങ്ങൾ തുടങ്ങടാ. ഈ കോവില് മാത്രമല്ല, ഈ ലോകം മുഴുവനും കിടക്കണവടാ. ജയ് കാളി. വിട്, കൈവിട്. വിടാൻ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ട് നിൽക്കണമെന്നുണ്ടോ? നോക്ക്, കണ്ണിലേക്ക് നോക്ക്. നോക്ക്, നോക്കുന്നുണ്ടോ? നോക്ക്. പേടി മാറിയോ? ഞാനിന്നിവിടെ കൊല്ലും. ഞാനിവിടെ ചുമ്മാ നിൽക്കല്ലേ. വാ, കൊല്ലും, കൊല്ലും, കൊല്ലടാ. നീ ധനുഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
നിന്നെ വെട്ടി വെട്ടി അരിഞ്ഞു കൊല്ലുമടാ. ബോർഡറിൽ വെച്ച് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വൈബ്രേഷൻ ധനുഷിന്റെ പേര് കേട്ടപ്പോ ഇപ്പൊ എനിക്ക് ഉണ്ടായതാ. ഞാൻ ജലത്തിലെ മുതലയെ പോലെയാ. ഒരിക്കൽ എന്റേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച പിന്നെ ആര് പറഞ്ഞാലും സാക്ഷാൽ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ജാനു എന്റേതാ. ഇത്രയും നാൾ അവിടെയായിരുന്നു, ഇപ്പൊ ഇവൾ എന്റെ കൂടെയാ. ധൈര്യം ഉണ്ടെങ്കിൽ തുടരാ. അവന്റെ നാടും അവന്റെ അപ്പന്റെ ഉടുമുണ്ട് പോലും ഞാൻ ബാക്കി വെച്ചേക്കലും ചെന്ന് പറഞ്ഞേക്ക്. ഒരു നിമിഷം മുമ്പ് ഞാൻ സത്യം ചെയ്തു പോകുമായിരുന്നു. ഇനി അതേ അമ്മയെ സാക്ഷിയാക്കി ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. അവന്റെ വാശിക്കും എന്റെ ധൈര്യത്തിനും അവന്റെ ഗ്രൂപ്പിനും എന്റെ ഉശിരിനും അവന്റെ പവറിനും എന്റെ വീറിനും മധ്യേ ഞാനിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു. എനി ടൈം, എനിവെയർ, എനിബഡി, ഞാൻ റെഡി. എന്താ മോളെ സംഭവിച്ചത്? ആരാ അവരൊക്കെ? എന്തിനാ നിന്നെ അവർ കൊല്ലാൻ നോക്കുന്നത്? ആൺകുട്ടിയാണെന്ന്, ഹീറോയാണെന്ന് ഞാൻ സീറോ. അല്ലടി, നിന്നെ ഞാൻ കൊന്ന് ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോവാ. എവിടെ അവൻ? എന്താ ഒരു സീൻ. ഇവനാ ഇവനാ നീ എന്നോട് കളിക്കാൻ നോക്കുക. അതെപ്പോഴേ തുടങ്ങി. നീ അതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. മാനസ മർഡർ കേസിൽ അവന്റെ കാല് വെട്ടിയത് ഞാനാ. DGP റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ നിന്റെ കൂട്ടാളിയെ കൊന്നത് ഞാനാ. ഗോകുൽ രാജിന്റെ വീട്ടിൽ കയറി അവനെ അവന്റെ മറ്റവന്മാരെ മുഴുവൻ തല്ലിയത് ഞാനാ. നിന്റെ ചുറ്റുള്ളവരൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. ഇനിയുള്ളത് നീ മാത്രമാണ്. മറ്റുള്ള ഒരുത്തനെയും പോലെ അല്ലാത്തൊരു ബ്രാൻഡ് ഉണ്ടോ എനിക്ക്. വിജയ് ധനുഷാണ് ഞാൻ. ബ്രാൻഡ് 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 മെയ്ഡ് ഇൻ ജപ്പാൻ ഒടിഞ്ഞു പോയില്ലേ? മെയ്ഡ് ഇൻ ചൈന പൊട്ടിപ്പോയില്ലേ? മെയ്ഡ് ഇൻ അമേരിക്ക ഒടിഞ്ഞു പോയില്ലേ? ഏതെങ്കിലും ഒരുത്തിനിട്ട് 4 എണ്ണം കൊടുക്കാൻ വേണ്ടത് ബ്രാൻഡ് അല്ലടാ, ചങ്കുറപ്പാണ്. ടേൺ കണക്കിന് അതുണ്ടടാ. നിനക്ക് കാണണോ?
ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഞാനൊരു കുഞ്ഞാടാണെന്ന് കരുതണ്ട. മാസ് കൊല മാസ്. പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ടാവില്ലടാ. കത്തിച്ചേക്ക് ചായ. ഇവൻ ഇത്ര ഈസിയായി ചാവേണ്ടവനല്ല കണ്ണ. ഇവൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് നമ്മുടെ ഈ നാട് തിരിച്ചറിയണ്ടേ? അല്ലാതെ ആരും അറിയാതെ ഇവിടെ വെച്ച് കൊന്ന ജനം അറിയുന്നത് എങ്ങനെയാ? അത്രയും പേരെ ക്രൂരമായി കൊന്ന ഇവന് വലിയ ശിക്ഷ തന്നെ കിട്ടണം കണ്ട. അല്ല ജാനു, എന്ത് ശിക്ഷയാ? മാക്സിമം തൂക്കുകയർ. അതിന് പകരം എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് നിലവിളിക്കണ്ടേ? ഒന്നും ചെയ്യില്ലേ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണണ്ടേ? ഇനി ഒട്ടും വൈകണ്ട. ഈ വൃത്തി കിട്ടുന്നതിന് ഒട്ടും ടൈം വേസ്റ്റ് ആക്കണ്ട. അങ്ങനെ കത്തിച്ച്